നമസ്കാരം. ABP ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്ത നമുക്ക് കണ്ടുവരാം. आप यहाँ पर कैसे बच्चों को पढ़ा रहे, देखिए कितनी जर्जर हालत है। टीन शेड एक लगाया है आपने, और टीन शेड भी देखिए वो आधा गिरा हुआ है। ये देखिए ये टीन शेड आधा गिरा हुआ है। ये आप बताइए ना कि आप हम ये कहने के लिए अधिकृत नहीं है, बट नॉट अलाउड। जहाँ पर टीन शेड गिरा हुआ है, पूरा क्लास जो है, पूरा स्कूल टीन, ये नहीं दिखाएंगे सर, प्लीज चलिए आप। पूरा स्कूल सर अलाउ नहीं है। ये ठीक है, हम आपको डिस्टर्ब नहीं कर रहे हैं। जी जी, सुबह से कर रहे हो, सुबह से कर रहे हो। हम तो आपसे सवाल पूछ रहे हैं। ये बताइए, ये बगल में भूसे रखे हुए हैं। नहीं नहीं, आप कैमरे पर हाथ नहीं लगाएंगे, आप कैमरे पर हाथ नहीं लगाएंगे। आप हमें हमारा काम करने से नहीं रोक सकते, बिल्कुल नहीं रोक सकते आप। രാജസ്ഥാനിലെ ഒരു സ്കൂളിന്റെ വീഡിയോ ആണിത്. സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? കഴിഞ്ഞ ദിവസം CJP പ്രവർത്തകർ സന്ദർശിക്കാനിരുന്ന സ്കൂളായിരുന്നു ഇത്. ഇവിടേക്കെത്തിയ CJP പ്രവർത്തകരെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. തടയുക മാത്രമല്ല, കടുത്ത ആക്രമണം തന്നെ നടത്തി. അവർക്ക് പരിക്കേറ്റു, വാഹനങ്ങൾ തല്ലി തകർത്തു. BJP പ്രവർത്തകരായിരുന്നു ഇതിനു പിന്നെന്നാണ് CJP ആരോപിച്ചത്. ആ സ്കൂളിന്റെ ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തുകൊണ്ടാകും ആ അക്രമി സംഘം അവരെ ആ വിദ്യാലയത്തിലേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്ന് മനസ്സിലായില്ലേ? അത് പകർത്തി പുറംലോകം കണ്ടിരുന്നെങ്കിൽ ആ സർക്കാരിന്റെ കാര്യമെന്താണ് എന്ന് ഊഹിച്ചു നോക്കൂ. ഇതിന് പിന്നാലെ രാജസ്ഥാനിലെ സ്കൂളുകളിലേക്ക് പുറത്തുനിന്നുള്ളവർ എത്തുന്നത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കടുത്ത പ്രതിഷേധം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഒടുവിൽ രാജസ്ഥാനിലെ സ്കൂളുകളുടെ ദയനീയാവസ്ഥ സംബന്ധിച്ച കണക്കും പുറത്തു വന്നു. 600-ലധികം സ്കൂളുകൾക്ക് അവിടെ കെട്ടിടമില്ല. രാജസ്ഥാനിലെ മാത്രം അവസ്ഥയല്ല ഇത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രക്ഷോഭത്തിന് ശേഷം CJP ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു സ്കൂളുകളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ക്യാമ്പയിൻ. CJP രാജ്യവ്യാപകമായി ഈ ക്യാമ്പയിൻ ആരംഭിച്ചു. ഒരു ഭാഗത്ത് SFIയും ഇത്തരമൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പലയിടങ്ങളിലും സ്കൂളുകൾക്ക് കെട്ടിടമില്ല, ശൗചാലയമില്ല, ഒപ്പം തന്നെ നല്ല അടുക്കളയുമില്ല. വളരെ പരിതാപകരമായ രീതിയിലാണ് രാജ്യത്ത് പലയിടങ്ങളിലും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ പലതും ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. പലയിടങ്ങളും നേരത്തെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളുമാണ്. എന്നിട്ടും ഈ ദുരവസ്ഥ എന്തേ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. കേന്ദ്രം തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പണം നൽകുകയാണ്. SSA ഫണ്ടിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നൽകിയ പണത്തിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. രാജസ്ഥാൻ്റെ കാര്യം നോക്കാം. 2021-22 SSAയിൽ നിന്നും അനുവദിച്ചത് 2730.19 കോടി. 2022-23 3452 കോടി. 2023-24 3592 കോടി. 2024-25 3865 കോടി. 2025-26 3705 കോടി. 5 വർഷത്തിനിടയിൽ 18,000 കോടിയോളം രൂപ ഈ സംസ്ഥാനത്ത് മാത്രം കേന്ദ്രത്തിൻ്റേത് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര എടുത്തു നോക്കൂ. 2021-22 1013 കോടി. 22-23 1592 കോടി. 23-24 1348 കോടി. 24-25 1438 കോടി. 25-26 1431 കോടി. ബീഹാർ 3827 കോടി രൂപ 2021-22. 22-23 5014. 23-24 5021 കോടി. 24-25 4991 കോടി. 25-26 6015 കോടി. ഉത്തർപ്രദേശ് 2021-22 5123 കോടി. 2022-23 6261 കോടി. 2023-24 6644 കോടി. 2024-25 6976 കോടി. 2025-26 5892 കോടി. ആകെ 30,896 കോടി രൂപ ഉത്തർപ്രദേശിലും 5 വർഷത്തിനിടയിൽ കേന്ദ്രത്തിൽ നിന്നും മാത്രമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചു. ഈ പണമൊക്കെ എവിടെ പോയി? ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അവിടുത്തെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു മാറ്റമാണ് ഈ പണം കൊണ്ട് അവിടെയെല്ലാം ഉണ്ടായത്? ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതല്ലേ? ഒന്നു പറയാതിരിക്കാൻ വയ്യ. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളം സ്വർഗമാണ്. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, കെട്ടിടമുണ്ട്, ഡിജിറ്റൽ ക്ലാസ് റൂമുകളുണ്ട്.
നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിന് ഉച്ചഭക്ഷണമുണ്ട്, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ആ നിലയിൽ കേരളത്തിലെ വിദ്യാലയങ്ങൾ മോടി കൂട്ടി ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം പിണറായി വിജയൻ സർക്കാർ 20,000 കോടിയിലധികം രൂപയാണ് സ്വന്തം ഫണ്ടായി സ്കൂളുകൾക്ക് നൽകിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട്, കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ഫണ്ടിനെ കുറിച്ചല്ല ഈ കണക്ക്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുകയും ചെയ്തു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു. കുട്ടികളുടെ എണ്ണം പൊതുവിദ്യാലയങ്ങളിൽ കൂടി. ആ നിലയിൽ വലിയ കുതിച്ചുചാട്ടം സംസ്ഥാനമുണ്ടാക്കി. ആ സംസ്ഥാനത്തെയാണ് SSA ഫണ്ട് ഉൾപ്പെടെ നൽകാതെ കേന്ദ്രം ബുദ്ധിമുട്ടിച്ചത് എന്നോർക്കണം. കേരളത്തിൻ്റെ ഈ മികച്ച മാതൃക രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഒരു കാര്യം, എന്തിനും ഏതിനും നമ്മളെ കുറ്റം പറയുന്ന ചിലരുണ്ട്. അവരിത് കാണണം. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസമെന്ന്, സംസ്ഥാനത്ത് എങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന്.